ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് താങ്കളാണ് ഏറ്റവും വലിയ അഴിമതി കേസുകൾ മുഴുവൻ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമല കേസ് കൊണ്ടുവന്നത് ഹൈക്കോടതിയും ഇപ്പോൾ പിണറായിയുടെ പോലീസും കൂടിയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ വീഴ്ച പറ്റി. ശബരിമലയുടെ കാര്യത്തിൽ പ്രതിപക്ഷം നോക്കിയിരിക്കുകയാണ്. അല്ല ശരിയല്ല. ഈ കേസ് കൊണ്ടുവന്നത് ഗവൺമെൻറ്റൊന്നും അല്ല, കോടതിയാണ്. ഞാൻ കോടതി അഭിനന്ദിക്കുകയാണ്. കാരണം കോടതിയുടെ മുമ്പിലാണല്ലോ ഇത് വന്നത്. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ ഇത്ര കാലമായിട്ട് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആർക്കും കഴിഞ്ഞില്ല. ഹൈക്കോടതി വേണ്ടി വന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന് കഴിയില്ല. കാരണം ഈ വിശദാംശങ്ങൾ അറിയാവുന്നവർ ബോർഡിനകത്താവുള്ളൂ. 10 വർഷമായിട്ട് അവരുടെ ഭരണമാണ്. ആ ഭരണത്തിനിടയിൽ കിട്ടിയ വിവരങ്ങൾ കോടതിയുടെ മുമ്പിൽ വന്നപ്പോഴാണ് അത് ഗൗരവമുള്ളത്. കോൺഗ്രസ് അനുകൂല സംഘടനകളുണ്ട്, അവിടെ ഒരുപാട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാതെ പോയി എന്നോണം. അങ്ങനെ ഉണ്ടെങ്കിലും അത് കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. ദേവസ്വം ബോർഡിന് പ്രത്യേക സംവിധാനമാണ്, അത് കിട്ടാൻ പ്രയാസമുണ്ട്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് വെങ്കടേഷ് IPS ആണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവരാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാലോ, ഞങ്ങളുടെ വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് അവരെ രക്ഷിക്കാൻ ഞങ്ങൾ സർക്കാർ തയ്യാറാവുന്നില്ല, അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഒന്നും ഒളിക്കാനില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. കാരണം വേണമെങ്കിൽ താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ വേണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണത്തെ തടസ്സമിടാൻ പറ്റും. അങ്ങനെയൊന്നും തടസ്സപ്പെടുത്താൻ പറ്റില്ല. കാരണം അതായിരുന്നു ഇവരാഗ്രഹിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ പാർട്ടി നേതാക്കന്മാരെ രക്ഷിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ വന്നത് എന്താ, കോടതിയുടെ മുമ്പിൽ വന്നു. കോടതിയുടെ നിരീക്ഷണമാണ്. കോടതി പറഞ്ഞു ഒരു ടൈം ഫ്രെയിം കൊടുത്തു. ആ ടൈം ഫ്രെയിമിനുള്ളിൽ 6 മാസം അല്ലേ, 6 മാസത്തിനുള്ളിൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഡെയിലി കോടതി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ഇടപെടാൻ കഴിയാതെ പോയത്. ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ പോയി? മുഖ്യമന്ത്രിയും അമിത്ഷായും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം കൊണ്ട് അത് ആവിയായി പോയില്ലേ? ഇതും അങ്ങനെ ആവിയായി പോയതിനെ. ആവിയാകാതിരുന്നത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.